വഖഫ് ഭേദഗതിക്ക് മുനമ്പം വിഷയം പരിഹരിക്കാനാവാത്തതിൽ നിരാശയുണ്ടെന്ന് സിറോ മലബാർ സഭ. ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം വേണമായിരുന്നുവെന്ന് ഫാദർ ആന്റണി വടക്കേക്കര. മുനമ്പം സമരസമിതിക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ച് പ്രധാനമന്ത്രി. BJP മുനമ്പത്തെ ചതിച്ചെന്ന് LDFും UDF. ഭാഗമായിട്ട് ബില്ല് വന്നതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് BJPക്കാർ പ്രചരിപ്പിച്ചത്. ഇപ്പോഴവിടെ പോയപ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. മാസപ്പടി കേസിൽ തുടർ നടപടി 2 മാസത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. CMRന്റെ ഹർജിയിൽ തീരുമാനം വരും വരെ SFIO കുറ്റപത്രത്തിൽ നടപടി ഉണ്ടാവില്ല. കുറ്റപത്രം കിട്ടിയതോടെ തുടർ നടപടിയിലേക്ക് ED. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നെന്ന് വിലയിരുത്തൽ. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ MR അജിത് കുമാറിന് സർക്കാരിന്റെ ക്ലീൻ ചിറ്റ്. കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരം. അജിത് കുമാറിനെതിരെ വ്യാജമൊഴിക്ക് കേസെടുക്കാമെന്ന DGPയുടെ നിർദ്ദേശത്തിൽ തീരുമാനം നീളുന്നു. CPM ജില്ലാ സെക്രട്ടറി ആയതിന് KK രാഗേഷിനെ പുകഴ്ത്തിയ ദിവ്യ S. അയ്യർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. ദിവ്യ പിണറായിക്ക് പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥയെന്ന് K. മുരളീധരൻ. പുകഴ്ത്തൽ നല്ല ഉദ്ദേശത്തിലാണെങ്കിലും വീഴ്ചയുണ്ടെന്ന് KS. ശബരിനാഥൻ. നന്മയുള്ളവരെക്കുറിച്ച് 4 ആളോട് പറയാൻ പ്രയാസം വേണ്ടെന്ന് ദിവ്യ S. അയ്യർ. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുലിനുമുള്ള ED കുറ്റപത്രത്തിനെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം. ഡൽഹി AICC ആസ്ഥാനത്തിന് മുന്നിൽ പോലീസുമായി വാക്കേറ്റം. ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വാദ്രയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ക്ഷേത്രോത്സവങ്ങളിൽ നേതാക്കളുടെ ചിത്രങ്ങൾ പാടില്ലെന്ന കോടതി നിർദ്ദേശം അവഗണിച്ച് കൊല്ലം പൂരത്തിൽ ഹെഡ്ഗേവാറിന്റെ ഫോട്ടോ. RSS സ്ഥാപകന്റെ ചിത്രം ഉയർത്തിയത് പുതിയകാവ് കുടമാറ്റത്തിനിടെ. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് മെയ് 3-ാം വാരം. തീയതി അടുത്തയാഴ്ച പ്രഖ്യാപിക്കും. UDFിൽ നിന്ന് ആരെയെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് LDF എന്ന് VD സതീശൻ. CPM സീറ്റായ നിലമ്പൂരിൽ അൻവർ ഘടകമല്ലെന്ന് TP രാമകൃഷ്ണൻ.